വിവാഹത്തിന് പറ്റുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെക്കുറിച്ച് നാം കേട്ടിട്ടുമുണ്ട്, അല്ലേ? എന്നാൽ വിവാഹം കഴിക്കാൻ കൊള്ളാത്ത 6 വിഭാഗം സ്ത്രീകളുണ്ട്. അവരെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹന്നാന എന്ന സ്ത്രീയാണ് ആദ്യത്തവൾ. ഒരു ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി അയാ പക്ഷേ അയാളോടുള്ള പ്രേമം നിലനിൽക്കുകയും അദ്ദേഹത്തിലേക്ക് തന്നെ മടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് അവൾ. ഇവളെ വിവാഹം ചെയ്താൽ രണ്ടാം ഭർത്താവിനെ വേണ്ട വിധം സ്നേഹിക്കാനും പരിചരിക്കാനും അവൾക്ക് കഴിയുമോ? ഇല്ല. അന്നാന എന്ന സ്ത്രീയാണ് രണ്ടാമത്തത്. രോഗം ഇല്ലെങ്കിലും രോഗിയെപ്പോലെ മുഴുവൻ സമയവും മുക്കിയും മൂളിയും സമയം കഴിക്കുന്ന പെണ്ണുങ്ങൾ. ഇവര് ഭർത്താവിന് വലിയ സാമ്പത്തിക ബാധ്യതയും പ്രയാസങ്ങളും വരുത്തിവെക്കും. മനസ്സമാധാനം തീരെ ഇല്ലാതാവും. ഇനി മന്നാന എന്ന് പറയുന്ന സ്ത്രീയാണ് മൂന്നാമത്തത്. വല്ല സാധനവും കൊടുത്താൽ അതിങ്ങനെ എടുത്തു പറയുന്ന സ്ത്രീയാണിവൾ. ഈ നയം അവൾ ഭർത്താവിന് നേരെയും തുടർന്നേക്കാമല്ലോ. ഭർത്താവിന് ഒരു പക്ഷേ അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരത്തിൽ എടുത്തു പറയുന്നതിൽ ഭർത്താവിനെ നിസ്സാരനാക്കലുണ്ടാകും. അതുപോലെ തന്നെ തൻ്റെ അധികാരം എടുത്തു കാണിക്കലും അവിടെ ഉണ്ടായി എന്ന് വരും. ഹദ്ദാക്ക എന്ന് പറയുന്ന പെണ്ണാണ് നാലാമത്തത്. അതായത് അടുത്ത വീടുകളിലെ വിശിഷ്ട വസ്തുക്കളിലേക്കും വെളിയിലൂടെ വല്ലവരും കൊണ്ടുപോകുന്ന സാധനങ്ങളിലേക്കും ആഗ്രഹത്തോടെ നോക്കുന്ന സ്ത്രീ. ഇത്തരം ദുരാഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നിറവേറ്റാൻ ഭർത്താവിനെ അവൾ നിർബന്ധിക്കും. അങ്ങനെ വന്നാലോ ആ ഭർത്താവിൻ്റെ കാര്യം പിന്നെ വല്ലാത്ത കഷ്ടവുമായിരിക്കും. സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. അതുപോലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഷദ്ദാക്ക എന്ന് പറയുന്ന പെണ്ണാണ് അഞ്ചാമത്തത്. അതായത് വായ നിറച്ച് പരുഷമായി സംസാരിക്കുന്ന സ്ത്രീ. ഈ നിലയിൽ ഭർത്താവിനോട് സംസാരിച്ചാലോ അപ്പോൾ പിന്നെ ആ കുടുംബം തന്നെ കുളം തോണ്ടാൻ അത് കാരണമാകും. ദാമ്പത്യം എന്താകും? പൊട്ടിച്ചിതറാൻ സാധ്യതകൾ വളരെയേറെയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബറാക്ക എന്ന് പറയുന്ന സ്ത്രീയാണ്. ഏത് സമയത്തും ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ആ കണ്ണാടിയും പിടിച്ച് ചുണ്ടുകൾക്ക് ചായം തേക്കുക, പുരട്ടുക, മുഖത്ത് സൗന്ദര്യവർദ്ധക പൗഡറുകൾ ഉപയോഗിക്കുക, അതെല്ലാം ചെയ്ത് മുഖകാന്തി കാട്ടുക, മുഖകാന്തി കൂട്ടുക. ഏത് സമയവും ഇത് തന്നെയാണ് പരിപാടി. ഇത്തരം സ്ത്രീകൾക്ക് ഭർത്താവിനെ ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങളെ പരിപാലിക്കാനോ തീരെ സമയമുണ്ടാവുകയില്ല. അമിതമായ ഈ സൗന്ദര്യബോധം എല്ലാ നിലക്കും അപകടം വരുത്തുക തന്നെ ചെയ്യും. ഇത്തരം വിശേഷണങ്ങളുടെ ഉടമകൾ ആവാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ ശ്രദ്ധിക്കണം.